ക്രോഷ്യ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മെയിൻ കൺഫ്യൂഷനാണ് ഏത് യാൺ ചൂസ് ചെയ്യണം, ഏത് ഹുക്ക് സൈസ് ചൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള യാൺ സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് ഡെയിലി വരാറുണ്ട്. സോ ഇന്നത്തെ വീഡിയോ, എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ഈസ് ഫോർ ദോസ് ഹു വാണ്ട് ടു ലേൺ ക്രോഷ്യ. ഇതെൻ്റെ പേഴ്സണൽ സജഷനാണ്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും യാൺ നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള യാൺ ഏതാണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ്, എവിടെ നിന്ന് നമുക്കിത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ യാൺ യൂസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഫിനിഷിങ് എങ്ങനെ ഉണ്ടായിരിക്കും, ആൻഡ് ഏതൊക്കെ പ്രൊജക്റ്റ് നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. 2023 മുതൽ ക്രോഷ്യ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഐ സജസ്റ്റ് യു വെയിറ്റ് ഫോർ 4 play അക്രിലിക് യാൺ ടു സ്റ്റാർട്ട് യുവർ ക്രോഷ്യ ജേർണി. ഈ കാണുന്നതെല്ലാം വെയിറ്റ് ഫോർ യാണാണ്, ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൻ്റെ. ഈ 6th യാണിൻ്റെ ലേബിൾ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. ഇത് മാജിക് നീഡിൽസിൻ്റെ അരൺ സോളിഡ് അക്രിലിക് യാണാണ്. ഇതിൻ്റെ യാൺ ലേബിളിൻ്റെ പിക്ചർ ഞാനിവിടെ ആഡ് ചെയ്യാം. കണ്ടില്ലേ, ഈ യാൺസിൻ്റെ ഒക്കെ തിക്നെസ് ഇത്രയാണ് വരുന്നത്. വെയിറ്റ് ഫോർ അക്രിലിക് യാണിന് യൂഷ്വലി അരൺ യാൺ എന്നാണ് പറയാറ്. ഇത്രയും ബ്രാൻഡ്സിൽ എൻ്റെ ഫേവറേറ്റ് ഗംഗയുടെ ഡിസയർ യാണാണ്. ഒന്നും കൂടെ അഫോർഡബിൾ ആണ്, നമുക്ക് വർക്ക് ചെയ്യാനും കുറച്ചുകൂടെ സ്മൂത്താണ്. ഓരോ യാണിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ഈ പോർഷനാണ് യാൺ ലേബിൾ. ഏത് വെയിറ്റ് ആണ് യാൺ വരുന്നത്, കണ്ടില്ലേ 4 എന്ന് എഴുതിയിട്ടുള്ളത്. അതുപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രോഷ്യ ഹുക്ക്, നിറ്റിംഗ് നീഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഏതാണ് കറക്റ്റ് ഷെയ്ഡ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഷെയ്ഡ്സ് ഏതാണെന്ന് നോട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഫ്യൂച്ചറിൽ ഇതേ സെയിം പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഷെയ്ഡ് നമ്പർ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. സോ നമ്മൾ ഈ യാൺ ലേബിൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. യാൺ ലേബിളിൽ അവൈലബിൾ ആയിട്ടുള്ള വേറെ ഇൻഫർമേഷനാണ്, നമ്മൾ ഈ യാൺ യൂസ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയാൽ ആ പ്രൊജക്റ്റിനെ എങ്ങനെ നമുക്ക് കെയർ ചെയ്യാന്നുള്ളത്, അതായത് അതിൻ്റെ വാഷ് ആൻഡ് കെയർ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു സ്മോൾ ബിസിനസ് ഓണറാണ്. നമ്മൾ ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ ആ കസ്റ്റമറിനോട് നമ്മൾ പറയണം എങ്ങനെയാണ് ഇത് കെയർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോഴാണ് ആ പ്രൊഡക്റ്റ് ഒന്നും കൂടെ ലാസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാമേജ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. 5mm ക്രോഷ്യ ഹുക്കാണ് വെയിറ്റ് ഫോർ യാണിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഈവൻ ദോ നമുക്ക് 5.5, 6 വരെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും സ്മൂത്ത് ആയിട്ടുള്ള വർക്കിന് 5 ആണ് നല്ലത്. ഹുക്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. കറക്റ്റ് യാണിൻ്റെ ബ്രാൻഡ് നെയിം ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ തന്നെ ഏതൊക്കെ വെബ്സൈറ്റിലാണ് ഇത് അവൈലബിൾ എന്നുള്ളതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇനി ഓരോന്നും അഫോർഡബിൾ ആയിട്ട് ഏത് വെബ്സൈറ്റിലാണ് ഉള്ളത് എന്നുള്ള എൻ്റെ സജഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുക്കാം. ഫിസിക്കൽ സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങുന്നത് കുറവാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അക്രിലിക് യാണായതുകൊണ്ട് തന്നെ വിൻ്റർ വെയേഴ്സാണ് കൂടുതലും ഈ യാൺ വെച്ച് നമ്മൾ ചെയ്യുക. അതായത് നമുക്ക് ചൂട് കിട്ടുന്ന രീതിക്കുള്ള. അതുപോലെ നമുക്ക് ചെയ്യാവുന്ന വെയറബിൾ പ്രോജക്ട്സ് ആണ് സ്കാർഫ്സ്, ബിനി, കാർഡിഗൻസ്, സ്വെറ്റേഴ്സ്, അതുപോലെ ഹാറ്റ്, ബൂട്ടീസ്, സോക്സ്. ഇനി ഹോം ഡെക്കോർ ആണെങ്കിൽ ടേബിൾ മാറ്റ്സ്, കുഷൻ കവേഴ്സ്, പിന്നെ ബാഗുകൾ, സ്മോൾ പ്രൊജക്റ്റുകളിൽ നമുക്ക് കോസ്റ്റേഴ്സ്, ബുക്ക് മാർക്ക്, ചില അമിഗുർമി പ്രോഡക്ട്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസ് നമുക്ക് ഈ യാൺ വെച്ച് ചെയ്യാം. കോട്ടൺ യാണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അക്രിലിക് യാൺസ് വർക്ക് ചെയ്യാൻ ഒന്നും കൂടെ സ്മൂത്താണ്. ഈ യാൺ വെച്ചിട്ട് ചെയ്യുന്ന ചെയിൻ സ്റ്റിച്ച് വീഡിയോയിൽ നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും. അതുപോലെ എങ്ങനെയാണ് ജസ്റ്റ് ഒരു 15 ചെയിൻ ഇട്ടിട്ട് എങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ, എങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ, എങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ വരുന്നത് എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ക്രോഷ്യനെ പറ്റി കൂടുതൽ എന്താണ് അറിയേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. നമുക്കിതുപോലെ വീഡിയോസ് ചെയ്യാവുന്നതാണ്. ക്രോഷ്യ ട്യൂട്ടോറിയൽസിന് വേണ്ടിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.